Hi friends, welcome to Yoonus Vlogz. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ Noon.ae നിന്ന് വാങ്ങി. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ കണ്ട പോലെ തന്നെ അതിൻ്റെ പാർസൽ ഞാൻ വായിച്ചു തന്നെയാണ്, അല്ലാണ്ട് അവർ ഗിഫ്റ്റ് കിട്ടിയതെന്നല്ല. പക്ഷേ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ തോന്നി. അത് നിങ്ങൾക്ക് പല ആൾക്കും ഉപകാരപ്പെടും. അത് യൂട്യൂബേഴ്സിനെ പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെ അതിനുള്ളിൽ നമുക്ക് കാണണ്ടേ, എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അത് കിട്ടിയത് നമുക്കൊരു പാർസലാണിത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കവറിലാണ്, 2 കവറിലായിട്ടാണ് അവരിത് പാർസൽ അയച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ എന്തൊക്കെ ഉള്ളതെന്നത് നമുക്ക് നോക്കാം. പല ആളുകളും ഈ Noon.നെ കുറിച്ചിട്ട് എന്നോട് ചോദിച്ചു. Noon എന്ന് പറഞ്ഞാൽ UAE-യിലത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ സൈറ്റാണ്. ഇപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെ തന്നെ. എനിക്കിവിടെ മേടിക്കുമ്പോൾ സാധനം കിട്ടാറുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റും. നോർമലി മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒന്നും കൂടി ട്രസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമസോണൊക്കെ പോലെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ആമസോണിൻ്റെ അത്ര വലിയ ഒരു ഇതല്ലാത്തത് കൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ അവർക്ക് എങ്ങനെയാണ് അത് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങളെ എക്സ്പീരിയൻസ് പോലെ നിങ്ങൾക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കട്ടാ. ഒന്ന്, ഞാനിത് മേടിച്ച റെഡ്മിയുടെ ഇയർബഡ്സ് ആണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ടത് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ഉപകാരമുള്ളതാണ്. മറ്റേ ആപ്പിളിൻ്റെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ നല്ല പ്രൈസാണ്. ഇത് നമുക്ക് വളരെ റേറ്റ് കുറവിന് കിട്ടുന്നുണ്ട് കമ്പാരിറ്റീവ്ലി മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിലുള്ള ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഹെഡ്ഫോൺ വാങ്ങി. പിന്നെ ഇത് മേടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇതാണ്, ബോയയുടെ M1 മൈക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചാനലൊക്കെ ഇടുമ്പോൾ സൗണ്ട് ഭയങ്കര ഇഷ്യൂ വരാറുണ്ട്. ഇപ്പോൾ ഇത് അടുത്തൊക്കെ ആണെങ്കിൽ വലിയ ഫോണിൻ്റെ മൈക്കാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ലൗഡിൽ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വയർ ലെങ്ത് നല്ലതാണ്, ലെങ്ത് കൂടുതലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒപ്പം മേടിച്ച് ജസ്റ്റ് ഒരു കുട്ടികൾക്കുള്ള ഒരു പസിലായിട്ടുള്ള ഒരു ബോർഡാണ്. ചെറിയ 2 ദിർഹംസ് വരുന്ന ഒരു ഐറ്റംസ് ആണ്. അതിൻ്റെ ഒപ്പം മേടിച്ചെന്നുള്ളൂ. പിന്നെ അടുത്ത കവറിൽ എന്താന്ന് നോക്കാം. ഇതാ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സ്പ്ലിറ്ററാണ്. നമ്മൾ മൊബൈലിലൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഓഡിയോക്ക് ഒരു പിന്നാണ്, അതുപോലെ മെയ്ക്കിന് വേറെ പിന്നാണ് ഉണ്ടാകാറ്. ഇപ്പോൾ അല്ലാതും സിംഗിൾ പിന്നാണ്. 3.5 mm ഒറ്റ ജാക്കാണ് വരുന്നത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം ചില സമയത്ത് നമുക്ക് വരാറുണ്ട്. യൂട്യൂബേഴ്സിനൊക്കെ വെച്ചെങ്കിൽ മൈക്ക് കുത്തി ആ സമയത്ത് നമുക്ക് മറ്റേ ഇയർഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഇതുപോലത്തെ ഒരു കേബിൾ വേണം, എന്നെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മേടിച്ചുള്ള ഒന്ന് സ്പ്ലിറ്റർ, പിന്നെ ബോയയുടെ മൈക്ക്, പിന്നെ ഇയർബഡ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഒരു ഹെഡ്ഫോണാണ് മേടിച്ചത്. ഹെഡ്ഫോൺ നോർമലി നമ്മളെ സാംസങ്ങിൻ്റെ ഒക്കെ വരുന്ന AKGയുടെ ഒരു ഹെഡ്ഫോണാണ്. ഇത് റേറ്റ് കുറവുകളാണ്. ഇത് ഒറിജിനലാണെന്ന് എനിക്കറിയില്ല, ചെറിയ പ്രൈസ് വന്നിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഈ കേബിൾ ഒന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇതാണ് ഈ കേബിൾ. ഈ സാധനം ടെലിഫോണിൽ കുത്തിയിട്ട് ഈ കേബിളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ, അതുപോലെ തന്നെ മൈക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓഡിയോ ഔട്ട്, മൈക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ By-M1 പോലത്തെ ഇതുപോലത്തെ മൈക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ മൈക്ക് കുത്താം, ഒരെണ്ണത്തിൽ നിന്ന് ഹെഡ്ഫോൺ കുത്തിയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കുകയും ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് മൈക്ക് തുറന്ന് നോക്കാം. ഞാനിതിവിടെ അതിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സിങ് മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിതിൻ്റെ ഒരു റിവ്യൂവും കൂടി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കവർ വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ബുക്ക്ലെറ്റ് ഉണ്ട്. സാധാരണ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള പോലെ തന്നെ ഒരു ബുക്ക്ലെറ്റും ഇതൊക്കെ അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇതൊരു നല്ലൊരു ബാഗിലാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു ബാഗ് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ബാഗ് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പ്രൈസ് അനുസരിച്ച്. നല്ല ഇത് കണ്ടൻസർ മൈക്കാണ്, നല്ല മൈക്കാണ്. അതിൻ്റെ മൈക്ക്, ഈ മൈക്കിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത് നല്ല നോയ്സ് ആയിട്ട് ഭയങ്കര പുറത്തുള്ള നോയ്സ് കൂടുതൽ വരില്ല. നെക്ക് മൈക്കാണ്. നമ്മൾ കഴുത്തിൽ കുത്തിയിട്ട് അത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കയ്യെ പിടിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നുള്ള ഒരു ചെറിയൊരു പാക്കറ്റിൻ്റെ ഒപ്പം വരുന്നുണ്ട്, അത് പൊട്ടിച്ച് വെക്കാം. യെസ് ഉണ്ട്, ഇതിലുണ്ട് കേട്ടോ. ഞാനത് മിസ്സായി ഉണ്ടാവുമെന്ന് കരുതി. ഞാൻ റിട്ടേൺ ഇപ്പോൾ തന്നെ ചെയ്യണമെന്നുള്ളതിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മൈക്കിൻ്റെ ഒപ്പം വന്നിട്ടുള്ള അതിൽ യൂസ് ചെയ്യാൻ നമുക്കിത് വലിയ മിക്സറിക്ക് അങ്ങനത്തെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചില വലിയ സ്പീക്കർ സിസ്റ്റത്തിൽ വലിയ പിന്നുണ്ടാകുക, അത് കൺവേർട്ട് ചെയ്യുന്ന ജസ്റ്റ് ഒരു പിന്നുണ്ട് ഇതിൽ. പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ളത് നമ്മളൊരു സൗണ്ട് ഫിൽറ്ററിനുള്ള ഒരു ചെറിയൊരു ബഡ്സ്, ഇത് നമ്മളെ മൈക്കുമ്പോൾ കണക്ട് ചെയ്യണത്. പിന്നെ ചെറിയൊരു ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ഒപ്പം.
ഇതിട്ടെങ്കിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അത് ഒരു കണ്ടൻസ് മേക്കറിനൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല ഒരു ക്ലിപ്പ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നമ്മളെ കഴുത്തിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഒരു ക്ലിപ്പും വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആണ്. ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമുക്ക് എയർപോഡും കൂടി തുറന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള എയർപോഡ്. പിന്നെ അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഈ ബഡ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റിയ 2 ബഡ്സ് ഉണ്ട്. ഓൾറെഡി ഒരെണ്ണം ഇതും ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ പ്ലാസ്റ്റിക് ആണ്, പ്യൂർ പ്ലാസ്റ്റിക് ആണ്. അതായത് ക്വാളിറ്റി ഒന്നും അധികം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത്യാവശ്യം ടൈം ഇത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐഫോണിൻ്റെതോ സാംസങ്ങിൻ്റെതോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബഡ്സ് ഉണ്ട്. ചോട്ടിൽ വെക്കുമ്പോൾ അറിയണമെന്നില്ല അത്ര ഒരു വെയിറ്റ്, നമുക്ക് എന്തെങ്കിലും വെച്ച് എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വെച്ചത് അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ഒരു വെയിറ്റ് ഒന്നുമില്ല. വളരെ ചെറിയ ഒരു ബഡ്സ് ആണ്. ഇതിൻ്റെ റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് ഒന്ന് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാം. ഇപ്പോൾ ഞാനിതിന് മെയിനായിട്ട് സാധനം മേടിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. ഈ Boya മൈക്കാണ് ഞാൻ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിനി ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, ബൈ ബൈ.